ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഒന്നുമില്ല, പാചകം ഒന്നുമില്ല. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ കണ്ടു നോക്കുക എന്താണെന്ന്. അതായത് ഞാൻ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷനിൽ ചെറുതായിട്ട് നിങ്ങൾക്കൊരു സൂചന തന്നില്ലെങ്കിൽ അത് ശരിയാകത്തില്ലല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ വസ്ത്രം ധരിക്കാമോ, ഈ വസ്ത്രം ധരിക്കാമോ, ഏതൊക്കെ വസ്ത്രം ധരിക്കാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. ഇന്ന് എല്ലാവരും തന്നെ പല 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 ഡ്രസ്സുകൾ ധരിക്കുന്നവരാണ് അല്ലെ. അപ്പം ചിലവര് പറയും, ഓ ഈ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓ നാട്ടുകാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നലുള്ള കുറേ ഏറെ ആൾക്കാര് ഉണ്ട് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഇത് വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് മാത്രമല്ല, മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാല് തെറ്റില്ലാത്ത രീതിയിലുള്ള വസ്ത്രം, അതായത് നമുക്ക് ശരീരം മറച്ചുള്ള വസ്ത്രം ഏതായാലും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. ചിലവർക്ക് ജീൻസ് ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ചുരിദാർ ഇടുന്നതായിരിക്കും ഇഷ്ടം. ഇപ്പം പല 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 വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചിലവർക്ക് അതൊക്കെ ആയിരിക്കും ഇഷ്ടം. അവരുടെ ഇഷ്ടത്തിന് ധരിക്കട്ടേന്നേ. പക്ഷെ എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായമില്ല. നമുക്ക് ശരീരം വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് എനിക്കത് വലിയ താല്പര്യമില്ല കേട്ടോ. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിപ്പം സാരി ഉടുക്കുന്നു. ഇപ്പം ചിലവർക്ക് സാരി ആയിരിക്കും ഒരുപാട് ഇഷ്ടം. എനിക്ക് സാരിയാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ സൗകര്യത്തിന് വേണ്ടി മാത്രം ഇതൊക്കെ വലിച്ചു കയറ്റുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സാരിയാണ്. ഞാൻ പറയും, ഒരു മിനിറ്റ് അവിടെ നിന്ന് വെയിലടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടോ നോക്കട്ടെ. ഇപ്പൊ ശരിയായിരുന്നു തോന്നുന്നല്ലേ. ഭയങ്കരമായിട്ട് പ്രകാശം അടിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഇതായിപ്പോ. നമ്മൾ പറഞ്ഞു വന്ന അതൊന്നുമല്ല. അപ്പൊ നമ്മൾ സാരി, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാരി ഉടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാരി നമുക്ക് ശരീരം വെളിയിലോട്ട് കാണിക്കാതെ ഉടുക്കാൻ പറ്റും, കാണിച്ചും ഉടുക്കാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഭംഗിയായിട്ടല്ലേ സാരി ഉടുക്കുന്നത്. ചിലവരെ കാണാം സാരി ഉടുത്തു കഴിഞ്ഞിട്ട് ഈ സൈഡിൽ പിന്നെ മറ്റേ സൈഡിൽ പിന്നെ ആകെ പോടി ഇങ്ങനെ അങ്ങ് കൂട്ടി വെക്കും, കൊട്ടയ്ക്കകത്തിരിക്കുന്ന പോലെ ഇരിക്കും. എനിക്ക് അതിനോട് യോജിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബ്ലൗസ്, ചിലവരുടെ ബ്ലൗസിന്റെ കഴുത്ത് കുറച്ച് ഇറക്കിയായിരിക്കും ധരിക്കുന്നത്. ചിലവർ ഒട്ടും കഴുത്ത് വെക്കത്തില്ല, ഇങ്ങനെ മാത്രമേ വെക്കത്തുള്ളൂ. പിന്നെ എന്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ശരിക്കും വണ്ണം ഉള്ളവർ, അതായത് എന്നെ പോലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ കഴുത്ത് കുറച്ച് ഇറങ്ങിയ ബ്ലൗസ് ആയിരിക്കും ഭംഗി, ശരിയല്ലേ? എന്നിട്ട് അപ്പൊ എന്നെ പോലുള്ളവരാകുമ്പോഴത്തേക്കും ഇതുപോലെ ഒരുമാതിരി എല്ലാം കൂടെ മൂടിക്കെട്ടി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളതിലും കൂടുതൽ വണ്ണം തോന്നും. അപ്പം ഞാൻ ശരിക്കും ഒരുപാട് കഴുത്തിറങ്ങിയല്ല, എന്നാലും കഴുത്തിറങ്ങിയ ബ്ലൗസാണ് ഞാൻ ഇടുന്നത്. ഈ കഴുത്തിറങ്ങിയ അത് എന്റെ ഇഷ്ടമാണ് അല്ലെ. നമ്മളല്ലാണ്ട് ഒന്നും പ്രദർശിപ്പിച്ചോട് നടക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അത് എന്റെ ഇഷ്ടമാണ് അല്ലെ. ഇപ്പൊ ഞാന് കഴുത്തിറങ്ങിയ ബ്ലൗസ് ഒക്കെ ഇട്ട് നടന്നപ്പം ഒരുപാട് പേര്, അപ്പൊ ഈ പറയുന്നവർക്കറിയത്തില്ല നമ്മുടെ കയ്യിൽ ഇതൊക്കെ വന്ന് കിട്ടുന്നുണ്ടെന്ന്. അപ്പൊ കഴുത്തിറങ്ങിയ ബ്ലൗസ് ഇട്ടെന്നും പറഞ്ഞിട്ട് അയ്യോ കഴുത്ത് എന്തുമാത്രം ഇറക്കി അവള് തയ്ക്കുന്ന അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ആരെയും മൈൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പല്ല. എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട്. എന്റെ വീട്ടില് എന്റെ ചെറുച്ചേട്ടനും എന്റെ മക്കൾക്കും ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാന് വേറൊരാളുടെ ഇത് നോക്കണ്ട യാതൊരു ആവശ്യവും. അപ്പൊ എന്റെ ഇത് വെച്ച് പറയുവാണെങ്കിൽ ഞാൻ മാന്യമായ രീതിയിലുള്ള ഡ്രസ്സാണ് ധരിക്കുന്നതെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ ആയിരിക്കണം എല്ലാവരും, നിങ്ങളും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു ചോദ്യം, കുറെ നാളെല്ലാവരും നമ്മുടെ സാരി ഉടുത്തുടുത്ത് മടക്കുമ്പോഴത്തേക്ക് വിചാരിക്കും എല്ലാവർക്കും ചുരിദാർ ഇടാമെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഇട്ടാ, ഞാനും എന്നാ ഇടാൻ പോവാ എന്ന് മനസ്സിൽ വിചാരിക്കും. പക്ഷെ ചിലവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, കൊയ്യോ
എന്താ യോ ഇനിയിപ്പം ഞാൻ ഇത്രയും നാളും ചുരിദാർ ഇട്ടില്ലല്ലോ, ഇനിയിപ്പം മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ എന്ത് പറയും, അയ്യോ അതെ ഇപ്പൊ അവള് സാരി ഉടുത്തോണ്ട് നടന്നവളാ, ഇപ്പോഴാണ് അവൾക്ക് ചുരിദാർ ഇടുന്നത്, വേറെ പണിയൊന്നുമില്ല വയസ്സാം കാലത്ത് ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കാനായിട്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അത് വെച്ച് ഞാൻ പറയുവാണ് മക്കളെ, കൂട്ടുകാരെ, എല്ലാവരോടും ഞാൻ പറയുവാണ്, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അതൊക്കെ മൈൻഡ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനേ ഉള്ളു സമയം. മനസ്സിലായല്ലോ? നമുക്ക് കംഫർട്ടായ ഡ്രസ്സ്, വൃത്തികേടില്ലാത്ത രീതിയിലുള്ള ഡ്രസ്സ്, ആരും കുറ്റം പറയത്തില്ല. ചില ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ദേ അത് കണ്ടോ എല്ലാം വെളിയിലോട്ട് തന്നെയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സ്, അതായത് വൃത്തികേടായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കാതെ എന്ത് ഡ്രസ്സും നമുക്ക് ധരിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നമ്മുടേതായ ഇതുണ്ട്. നമ്മൾ ആരെയും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ബ്ലൗസിന് കഴുത്തിറങ്ങിയ കുറ്റം, ചുരിദാർ ഇട്ട കുറ്റം, ജീൻസ് ഇട്ട കുറ്റം, ഇങ്ങനെ കുറ്റം പറയുന്ന കുറേ കൂട്ടരുണ്ട്. പക്ഷെ അവരെന്താ കാണിക്കുന്നത്? ഇതിന്റെ അപ്പുറത്തേതായിരിക്കും അവര് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയുക, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ചിലവർക്കൊക്കെ ജീൻസും ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ. ഭയങ്കര ഇഷ്ടം ഒരുങ്ങി നടക്കുന്നതിനോട്. ഞാൻ ഒരുങ്ങി നടക്കുന്നതിനോട് കുറ്റം പറയുന്ന ഒരാളല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരുങ്ങി നടക്കുന്ന. പിന്നെ നമ്മൾ ഒരുങ്ങി നടക്കുന്ന രീതി നമ്മൾ പറഞ്ഞല്ലോ, വൃത്തികേടല്ലാത്ത തരത്തിലുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും ഭംഗി തന്നെ ആയിരിക്കും. മനസ്സിലായോ? അല്ലാണ്ട് അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു, അയ്യോ ചുരിദാർ ഇട്ടെന്നും പറഞ്ഞു നമ്മുടെ തല കൊയ്തു, ഇതൊന്നിനും ചെവി കൊടുക്കാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ ഹസ്ബൻഡും മക്കളും എന്താണാവോ, ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിന്റെ ഇത് മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ മതി അല്ലെ, മക്കളുടെ ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യത്തില്. പിന്നെ നമുക്ക് ചോദിക്കാം, അത്രേ ഉള്ളൂ. നമ്മളോട് കൂട്ടായ മക്കളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടമാതിരി നമ്മുടെ മക്കളുണ്ടല്ലോ. ഇവിടെ എനിക്ക് 2 മക്കളുണ്ട്. അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. ചുരിദാർ ഇട്ടാലും കുഴപ്പമില്ല, ജീൻസ് ഇട്ടാലും കുഴപ്പമില്ല, എന്തിട്ടാലും കുഴപ്പമില്ല. എൻ്റെ മൂത്ത മോനാണ് പറഞ്ഞത്, അമ്മ ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ ജീൻസ് ഇട്ടാച്ചാൽ മതി, ചുരിദാർ ഒന്നും ഒരെണ്ണം പോലും കൊണ്ടുപോകണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. അപ്പം അവർക്ക് അതിനോട് ഇഷ്ടമാണ്, നമ്മൾ ഇട്ടാൽ അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മളത് ഇടുന്നു. അല്ലാണ്ട് ഇപ്പം നാട്ടുകാരുടെ കാര്യമൊന്നും നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് നല്ലതായ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ വൃത്തികേട് തോന്നാത്ത രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ ആരും ആരെയും കുറ്റം പറയേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല. ഡ്രസ്സിങ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സാരിയാണ് ഏറ്റവും ഇഷ്ടം. വണ്ണം ഉള്ളവര് സാരി ഉടുക്കുമ്പോഴത്തേക്കും ബ്ലൗസിന് കുറച്ച് കഴുത്തിന് ബാക്കിൽ ഇറക്കം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് വണ്ണം തോന്നിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കഴുത്ത് കയറ്റി തയ്ച്ചു കഴിഞ്ഞാൽ വണ്ണം ഉള്ളവരുടെ കഴുത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പം ചിലവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചുരിദാറിന്റെ കഴുത്ത് ഇറക്കിയാണല്ലോ തയ്ക്കുന്നത്. അത് ഞാൻ പറഞ്ഞവരോട്, എനിക്ക് വണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തയ്ക്കത്തുള്ളൂ. വണ്ണം കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കയറ്റി തയ്ക്കാം. അത് ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ചിലവര് കുറ്റമായിട്ട് പറഞ്ഞവരുണ്ട്, ബ്ലൗസിന്റെ കഴുത്തിറങ്ങി കിടക്കുന്നത് കുറ്റമായിട്ട് പറഞ്ഞവരുണ്ട്. ആ കുറ്റമായിട്ട് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കതാണ് ഇഷ്ടം. മനസ്സിലായോ? എൻ്റെ ഇഷ്ടമാണ് ഇഷ്ടം, അത് മനസ്സിലാക്കുക. മനസ്സിലായാലും ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നു, ഇവക്കൊക്കെ എന്തിന്റെ ഇതാണ് എന്നൊക്കെ വിചാരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നു, അത് നമ്മുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ വീട്ടിൽ എനിക്കിത് സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. അല്ലാണ്ട് ആരുടെയും ഇഷ്ടങ്ങൾ നോക്കി അല്ല നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അപ്പം നമ്മൾ ചാനൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ചോദിക്കേണ്ട എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, പുള്ളി എനിക്ക് ഭയങ്കര സപ്പോർട്ട്, എൻ്റെ മക്കളും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, എൻ്റെ കിറ്റും സച്ചും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. വേറെ ആരുടെയും കാര്യം എനിക്ക് നോക്കാനായിട്ടുള്ള ആവശ്യങ്ങൾ ഇല്ല. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അല്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് മറ്റുള്ളവർ അതിനകത്ത് കൈകടത്താതിരിക്കുക. അല്ലാണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിനും ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ആരുടെയും കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകാതെ നമുക്ക് എന്ത് ജോലി വേണേലും നമുക്ക് ചെയ്ത് ജീവിക്കാം. ശരിയല്ല ഞാൻ പറഞ്ഞത്? അതിനകത്ത് ആരെങ്കിലും അഭിപ്രായം നോ എന്നാണെങ്കിൽ എനിക്ക് കമന്റ് ഇടുക. മനസ്സിലായല്ലോ? എന്ത് ജോലി ചെയ്ത് വേണേലും നമുക്ക് ജീവിക്കാം. കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകാതിരിക്കുക. അത് മാത്രം നിങ്ങൾ നോക്കിയാച്ച. വൃത്തികെട്ട രീതിയിലുള്ള ഒരു കാര്യത്തിലൂടെയും പോയി പൈസ ഉണ്ടാക്കാതിരിക്കുക.
അല്ലാണ്ട് നമുക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്ത് ജീവിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഒരു പ്രാവശ്യം ലൈവിൽ ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഈ ലൈവിൽ ഇരിക്കാൻ എങ്ങനെയാണ് സമയം, പോയി തൊഴിലുറപ്പിന് പൊയ്ക്കൂടെ എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ തൊഴിലുറപ്പ് എന്താ ചീത്ത ജോലിയാണോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ജോലിയാണോ? അതുകൊണ്ട് എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. അത് എന്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അഭിമാനമുള്ള ജോലി തന്നെയാണ്. എന്തിനെ ഇങ്ങനെയൊക്കെ പറയുക അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വസ്ത്രധാരണത്തിന്റെ കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ വസ്ത്രങ്ങളും എല്ലാവർക്കും ധരിക്കാം, പക്ഷെ ധരിക്കേണ്ട രീതിയുണ്ട്. അതനുസരിച്ച് ധരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കുറ്റവും പറയാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ സാരിയിൽ നിന്ന് മാറി ഒരു ചുരിദാർ ഇട്ടെന്നും പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരെ ആരും മൈൻഡ് ചെയ്യാതിരിക്കുക. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇത് ഒരുപാട് ദിവസമായി നിങ്ങളോട് ഞാൻ ഒരു വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഓരോരുത്തരും, എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോരുത്തർ എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് ഒക്കെ നോക്കിയിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും എല്ലാ വേഷങ്ങളും ധരിക്കാം, ധരിക്കേണ്ട രീതി നോക്കി ധരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചിലവർക്കൊരു ധാരണയുണ്ട്, അയ്യോ ഇവക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞു, അല്ല 60 വയസ്സ് കഴിഞ്ഞു, അയ്യോ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടില്ലേ, സാരി ഉടുത്തോണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. 55 വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചുരിദാർ ഇടാൻ പറ്റത്തില്ലേ? കേരളത്തില്ല ചുരിദാർ ഇല്ലേ? ഓരോരുത്തർ പറഞ്ഞോണ്ട് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെ, ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇത്രയും വയസ്സ് കഴിഞ്ഞു, ഇത്രയും വയസ്സ്. ഒരു മിനിറ്റ്, എവിടെ പോവാ? ചാക്ക് വേണമെന്ന് പറഞ്ഞോ? അപ്പുറത്തെന്താ ഇല്ലേ? ഒരു 3 വാങ്ങിച്ചു. ഒരു മിനിറ്റ്, അതെ കുറച്ച് ഗ്രാവല് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ചെടിച്ചട്ടിക്കകത്ത് മണ്ണ് കുറവുള്ള ചട്ടിയിലിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാരും കേട്ടല്ലോ. അതുപോലെ ഒരുങ്ങി നടക്കുന്നതിന് 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങിയാൽ വലിയ പ്രശ്നങ്ങളാണ്. നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. നമ്മൾ ഒരുങ്ങി നടന്നു കഴിഞ്ഞു പിന്നെ അവർക്കൊക്കെ ഇത്രയും പ്രായമായി, പിന്നെ ഒരുങ്ങി ചമഞ്ഞ് നടക്കുന്നത് നാട്ടുകാരുടെ പറച്ചില്. പിന്നെ സ്വയം ചിലവർക്ക് തോന്നും, എനിക്ക് ഇത്രയൊക്കെ പ്രായമായി, ഞാൻ ഇനി എന്തിനാണ് ഒരുങ്ങുന്നത്, വേറെ പണിയൊന്നുമില്ലേ ഒരുങ്ങാഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഒരുങ്ങി നിൽക്കുക. നമ്മൾ ഭാര്യയും ഭർത്താവും, ഭർത്താവിനും ഒരുങ്ങി നിൽക്കാം, ഭാര്യയ്ക്കും ഒരുങ്ങി നിൽക്കാം. ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചു കഴിയുന്ന ആ സമയത്തുള്ള ഒരു അട്രാക്ഷൻ, അപ്പൊ നമ്മൾ ചെറുപ്പാണ്, അട്രാക്ഷൻ തോന്നിക്കും അല്ലെ? ഇപ്പൊ പ്രായമായി കഴിഞ്ഞിട്ടും നമുക്ക് തോന്നിക്കണമെങ്കിൽ നമ്മളെല്ലാവരും എങ്ങനെയാണ് നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഒരുങ്ങി നിൽക്കുക. എന്നാലേ നമുക്ക് നമ്മുടെ ഭർത്താവിന് നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നിക്കത്തുള്ളൂ. അതിന് വേണ്ടി അപ്പൊ നിങ്ങൾ പറയും, പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും സ്നേഹമുള്ളവർക്കൊക്കെ അട്രാക്ഷൻ തോന്നും. ഉണ്ടാകും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങളൊന്ന് 2 ദിവസം ഒരുങ്ങി നിന്ന് നോക്കിക്കേ, ഒരു അട്രാക്ഷൻ തോന്നാതിരിക്കത്തില്ല, ഉറപ്പായിട്ടും തോന്നും. അല്ലാണ്ട് ഉയ്യോ എന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എനിക്ക് ആരെ കാണിക്കാനാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്, അല്ലെ എനിക്ക് കുഞ്ഞായില്ലേ, ഇനി എന്തിനാ, വേറെ പണിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുവേ ചെയ്യാനായിട്ട് പാടില്ല. എന്നെ ഇവിടെ കാണുന്നവരെല്ലാവരും, ഞാൻ എൻ്റെ ഇത് പറയണേ, എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കും, എവിടെ പോവാ അജി എന്ന് ചോദിക്കും നമ്മുടെ വീട്ടിലാരെങ്കിലും വന്നാൽ. കാരണം എനിക്കെങ്ങും പോകാനില്ല, രാവിലെ വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്നു എന്ന് നിങ്ങൾ പറയും. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞങ്ങൾ നേരത്തെയും ഇങ്ങനെ, ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെ, നേരത്തെയും ഇങ്ങനെ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം മാറി നല്ല സുന്ദരികളായിട്ടേ ഞങ്ങൾ 3 പേര് നിൽക്കാറുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കണം. എനിക്ക് ഇവിടെ എൻ്റെ രഘുചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങി നിന്നില്ലെങ്കിൽ പുള്ളിക്ക് പുള്ളി പറയും, രാവിലെ ചിലപ്പോൾ നമുക്ക് കുളിക്കാൻ മിക്കവാറും ഞാൻ രാവിലെ കുളിക്കും, എന്തെങ്കിലും കാരണം കൊണ്ട് താമസിച്ചു കഴിഞ്ഞാൽ ഓടിക്കും, എന്നെ കുളിച്ചിട്ടുള്ള പണികളൊക്കെ മതിയെന്ന് പറയും. മനസ്സിലായോ? അതെന്താ, അവർക്കൊക്കെ ഒരുങ്ങി നടക്കുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ടാണ് ചിലവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. എന്നാലും ഒരുങ്ങി നിൽക്കാത്തവരോട് ഞാൻ പറയുവാണ്, കൂട്ടുകാരെ നിങ്ങളൊന്ന് ഒരുങ്ങി നിന്ന് നോക്കിക്കേ. നിങ്ങളുടെ ആ ജീവിതത്തിലെ വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുക തന്നെ ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും തന്നെ
ഒരുങ്ങി. അല്ലെങ്കിൽ എനിക്ക് 60 വയസ്സായി, എങ്കിൽ എനിക്ക് 70 വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. ആര് എന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കാൻ, നോ മൈൻഡ്. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് പറയാണ്, ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കത്തേ ഇല്ല. നമ്മളോടേ അല്ല പറഞ്ഞെന്നുള്ള രീതിയിൽ പോകും. ഇനി അവരത് പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ഒരുങ്ങാതിരിക്കത്തുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്യാതിരിക്കത്തുമില്ല, ചെയ്യുക തന്നെ ചെയ്യും. ആരെന്ത് വേണേലും കിടന്ന് പറയട്ടെ, നമ്മൾ അതിനോട് യോജിക്കരുത്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, നല്ലത് എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യുക. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണെന്ന് തോന്നുന്നു. പറഞ്ഞു വലുതായോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.